ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 23ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എക്കണോമിക്സിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു 10 ചോദ്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാങ്കിങ്, ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, ബഡ്ജറ്റിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടൊന്നുമില്ല. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പോൾ 2023-24 കേന്ദ്ര ബജറ്റിൽ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മധ്യപ്രദേശിലാണ്. രണ്ടാമത്തെ ചോദ്യം, കിട്ടാക്കടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിൽ മികച്ച പ്രകടനം നടത്തിയ ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, കിട്ടാക്കടങ്ങൾ എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആണ് കേട്ടോ. ബാഡ് ഡെപ്റ്റുകൾ പരമാവധി കുറയ്ക്കുന്നതിൽ മികച്ച പ്രകടനം നടത്തിയ ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. മൂന്നാമത്തെ ചോദ്യം, 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക്, ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിൻ്റെ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളർച്ചാ നിരക്ക് 7.2%. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 7.2% ആണ് 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക്. നാലാമത്തെ ചോദ്യം, 2022-23 സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ്? 6.4%. അപ്പോൾ എന്താണ് 2022-23 സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 6.4% ആണെന്ന് ഓർത്തിരിക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഉപഭോക്താക്കളുടെ വിവിധ ബാങ്കിംഗ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുഗമമാക്കുന്നതിനും വേണ്ടി പ്രൊജക്ട് കുബേർ എന്ന പദ്ധതി ആരംഭിച്ച ബാങ്ക് SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പ്രൊജക്ട് കുബേർ ആരംഭിച്ചിട്ടുള്ളത്. എന്തിനാണ്? ഉപഭോക്താക്കളുടെ വിവിധ ബാങ്കിംഗ് ആവശ്യങ്ങൾ നിറവേറ്റുക, സുഗമമാക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ കുബേർ. ആരംഭിച്ചതാരാണ്? SBI ആണ്. SBI ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൈ അക്കൗണ്ട് മൈ നെയിം എന്ന പേരിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഫീച്ചർ ആരംഭിച്ചിട്ടുള്ള ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഓക്കെ, അപ്പോൾ മൈ അക്കൗണ്ട് മൈ നെയിം എന്ന പേരിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഫീച്ചർ ആരംഭിച്ച ബാങ്ക് ഏതാണ്? IOB ആണ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ്. 7th ക്വസ്റ്റ്യൻ ആണ്, ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്ന വൺ വ്യൂ ഫീച്ചർ ആപ്ലിക്കേഷൻ അവതരിപ്പിക്കുന്ന ബാങ്ക് ആക്സിസ് ബാങ്ക് ആണ്. എന്താണ് വൺ വ്യൂ ഫീച്ചർ ആപ്ലിക്കേഷൻ? അതെന്താണ്? ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വൺ വ്യൂ ഫീച്ചർ. അത് എന്താണ്? ആക്സിസ് ബാങ്ക് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഫീച്ചറുകളൊക്കെ ആക്സസ് ചെയ്യണം, അങ്ങനെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കണക്ട് ചെയ്താൽ മതി കേട്ടോ, ആക്സിസ് ബാങ്ക്. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ് HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനി ഏതാണ്? HDFC ആണ്. 9th ക്വസ്റ്റ്യൻ, ആഗോള ബ്രാൻഡ് കൺസൾട്ടൻസി സ്ഥാപനമായ ഇന്റർ ബ്രാൻഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി TCS ആണ്. ആഗോള ബ്രാൻഡ് കൺസൾട്ടൻസി സ്ഥാപനമായ ഇന്റർ ബ്രാൻഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് TCS. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഡിജിറ്റൈസേഷൻ ഫണ്ടിലേക്ക് $10 ബില്യൺ വിക്ഷേപിക്കാൻ തയ്യാറായ ആഗോള ടെക് കമ്പനി ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഡിജിറ്റൈസേഷൻ ഫണ്ടിലേക്ക് $10 ബില്യൺ വിക്ഷേപിക്കാൻ തയ്യാറായ ആഗോള ടെക് കമ്പനിയാണ് ഗൂഗിൾ. അപ്പോൾ ഇതൊക്കെയാണ് 10 ചോദ്യങ്ങൾ. നമ്മൾ ആ ഒരു ബജറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. ഓക്കെ, GDP നമ്മുടെ 7.2% ആണ്. അതുപോലെ തന്നെ എന്താണ്? ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 6.4% ആണ്. അതൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചോളൂ കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരം ചോദ്യങ്ങൾ, ബാങ്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഓപ്പറേഷൻ കുബേർ തുടങ്ങിയത് ഏത് ബാങ്കാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്